പിന്നെ മലയാളീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് കാലന്തി പാർക്കാണ്. കാലന്തി ലക്നൌവിൽ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പാർക്കാണ്. ഞങ്ങൾ മിക്കവാറും ദിവസം ഇവിടെ ഉള്ള സമയത്ത്, ലക്നൌവിലുള്ള സമയത്ത് മിക്കവാറും ദിവസം ഇവിടെ വരുന്നതായിരുന്നു. ഇന്ന് ഞങ്ങളുടെ ഓർമ്മകൾ ഒന്നുകൂടെ പുതുക്കി ഇവിടെ വന്നിട്ട് മൊത്തം ഫാമിലി ഉണ്ട്. ഇത് നമ്മുടെ ഹർഷിത, ഇത് നമ്മുടെ കേശുവളിയൻ, പിന്നെ ഒരാളൂടെ ഉണ്ട്. ഒരാള് ഇച്ചിരി ദൂരെ നിൽക്കുക വരട്ടെ. മോനിറങ്ങാം. ഈ പാർക്ക് ഉണ്ടോ? ഈ പാർക്ക് ഫുൾ ഗ്രീനറി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൊരു നമുക്കൊരു ലേക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ഈ ലേക്കിൻ്റെ വെള്ളം തന്ന ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ നല്ല വാക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി, രാവിലത്തെ എക്സസൈസ് വാക്കിങ്ങിന് വേണ്ടിയൊക്കെ നല്ലതാണ്. അധികം വലുതല്ല, എന്നാലും വി ക്യാൻ വാക്ക്. നല്ലൊരു ഡിസ്റ്റൻസ് നമുക്ക് വാക്ക് ചെയ്യാൻ പറ്റും, 2-3 സർക്കിളിൻ്റെ അകത്ത്. നീ അവള് പൂ നോക്കുക, ഏത് പൂ പിച്ചാൻ പറ്റുമെന്ന് നോക്കുക, അല്ലേടി? ഒന്ന് വള്ളത്തിൽ ചാടണോ? ഡ്രസ്സില്ല അല്ലേ? ഞാൻ ലക്നൗ വെറും 2 കാര്യത്തിന്, ഒന്ന് ലുലു മോളിൽ പോകാനും ഒന്ന് പാർക്കിൽ. രേഷ്മയ്ക്ക് ആഗ്രഹമുണ്ട് പൂവൊക്കെ പറിച്ച് അതിൻ്റെ കുരു, അരി, തണ്ട് വല്ലതും കിട്ടുവാണെങ്കിൽ കൊണ്ടുപോയി നട്ട് കിളിപ്പിക്കണം. അവൾക്ക് എവിടെ പോയാലും കുറച്ച് ഗാർഡനിങ് വർക്കുണ്ട്. കേശു അളിയൻ ആകെ കൺഫ്യൂസാണ് വെള്ളത്തിൽ എങ്ങനെ ചാടണമെന്നല്ലേ. ഇങ്ങനെ ഇവിടെ ഈ പാർക്കിൻ്റെ നഴ്സറിയെ അവർ സംരക്ഷിക്കുന്നത്. Thank you.